ഇപ്പൊ ഇത് സ്പാമുകളുടെ കാലമാണ്. നമ്മൾ തട്ടിപ്പിനെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പകുതി വിലയ്ക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു തട്ടിപ്പിന്റെ കേസാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ 9 കോടിയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത്. മൊത്തത്തിൽ 300 കോടിയുടെ തട്ടിപ്പാണ് ഒരു വിരുദ്ധൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ അത്തരം തട്ടിപ്പുകളിൽ ഈ പുള്ളി ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളോട് പറയുകയാണ് പകുതി വിലയ്ക്ക് ഞാൻ ഒരു സ്കൂട്ടർ തരാന്ന്. പകുതി വിലയ്ക്ക് ഈ ഒരു കാലത്ത് നമുക്ക് പകുതി വിലയ്ക്ക് ഒരു സ്കൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എടുക്കും. കാരണം 1.5 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്നതിനും ഭേദമല്ലേ 60,000 രൂപയ്ക്ക് ഞാൻ നല്ലൊരു ബ്രാൻഡഡ് സ്കൂട്ടറാണ് പുള്ളി വാഗ്ദാനം ചെയ്യുന്നത്. അതിന് 300 കോടി ആൾക്കാർ 300 കോടിയോളം പിരിച്ചെടുക്കുകയും ചെയ്തു. പറയുന്നത് 45 ദിവസം കൊണ്ട് തരുമെന്നുള്ള സാധനം 9 മാസമാണ് ഇപ്പൊ നീണ്ടു നിൽക്കുന്നത്. അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ കൂടി വരുന്നുണ്ട്. അത് ഇരയാക്കപ്പെടുന്നത് ഇപ്പൊ ഓരോ തരത്തിലാണല്ലോ ഇരയാക്കുന്നത്. ഇപ്പൊ സ്ത്രീകളെയാണ് ഇരയാക്കുന്നത്. ഇതിൽ നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായും നിയമ സംവിധാനം ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല, ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, മലയാളികളെ സംബന്ധിച്ച് 100% സാക്ഷരതയുള്ളവരാണ്, അല്ലെങ്കിൽ പഠിപ്പും വിവരവും ഉള്ളവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. നമുക്ക് മറ്റേ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടുന്നത് പോലെ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ ആതിര പറഞ്ഞതുപോലെ സ്ത്രീകളെയാണ് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തി നടത്തിയ തട്ടിപ്പുകളിൽ ഇരയാക്കിയിട്ടുള്ളതിൽ കൂടുതൽ ആളുകളും. പക്ഷെ ഇതിനൊപ്പം തന്നെ വേറെ VIP-കളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ള വാർത്തകളും ഇതിനൊപ്പം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീട്ടമ്മമാർ കൂടുതലും അത്രത്തോളം എക്സ്പോസ്ഡ് അല്ല, പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് അല്ല എന്നുള്ളൊരു സംഭവം. അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി 3 തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പെട്ടുപോകുമ്പോ ഒരു 3 തട്ടിപ്പ് കേസിലെ പ്രതിയെ ഒന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യാമല്ലോ. കാരണം ഇത്രയും ഞാൻ പറയാം, അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയുടെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ആലോചിച്ചു സൈബർ തട്ടിപ്പുകൾ കുറച്ചു കാലം ഇപ്പൊ ഈ തട്ടിപ്പ് വരുന്നതിന് മുന്നേ ട്രെൻഡിങ് ആണ് സൈബർ തട്ടിപ്പുകൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സൈബർ തട്ടിപ്പുകാർ വിളിച്ച് പറ്റിച്ചതിൽ ഒരു കോടതിയിലെ ജഡ്ജി അടക്കമുണ്ട്. ഇദ്ദേഹം കാണാത്തതാണോ കേസുകൾ? അല്ല, അതെ, നമ്മുടെ സാക്ഷരത നമ്മളെല്ലാം പൂർണ്ണമാണ്, നമുക്കെല്ലാം. ഇത് പണ്ടൊരു സിനിമയില് മായാവിയുടെ മാന്ത്രിക വടി വിൽക്കാൻ വന്നപ്പോ ഒരാളെ പിടിച്ചതിന്റെ പേര് പറഞ്ഞ് താനും മാന്ത്രിക വടി വാങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞ് വാങ്ങുന്നവരാണ് മലയാളികൾ. അത് എന്തും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് സന്തോഷമാണ്. ഇപ്പൊ ഒരു 250 രൂപയുടെ സാധനം അവര് കുറച്ച് വില കയറ്റിയിട്ട് 350 രൂപയാക്കി. എന്നിട്ട് അത് 299 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ലാഭമാണ്. ട്രെൻഡ് അല്ലേ 1999 അല്ലെങ്കിൽ 999 ഇത് കേൾക്കും. എന്നിട്ട് അതിലും വലിയൊരു പ്രൈസ് ടാഗ് ഇങ്ങനെ വെട്ടി കാണിച്ചിട്ടായിരിക്കും നമ്മളെ ഇത് കാണിക്കുന്നത്. അതെ, ഇത് നമ്മളെ മണ്ടന്മാരാക്കുകയാണെന്ന് മലയാളികൾക്ക് അറിയാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പൊ നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ആപ്പുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ പ്രൊഡക്റ്റ് നമുക്ക് 2 സൈറ്റുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ വില നമ്മൾ നോക്കുമ്പോൾ 2 സൈറ്റിലും ഒന്നാണ്. 2 സൈറ്റിലും ഒരേപോലെ ഓഫർ ഇടാൻ എന്താണ്? പക്ഷെ ഈ ഒരു കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 45 ദിവസമാണ് പുള്ളി പറഞ്ഞത്. 45 ദിവസത്തിനുള്ളിൽ ഈ വണ്ടി ഞാൻ എത്തിച്ചു തരും, ഇതായിരുന്നു പോളിസി. പക്ഷെ 9 മാസത്തോളം എടുത്തു ഇവര് തട്ടി. പക്ഷെ ഇതിൽ അദ്ദേഹം അത് എന്തുകൊണ്ടാണ്? കൃത്യമായി അദ്ദേഹത്തിന്റെ പ്ലാൻ കാരണമാണ്. കാരണം അദ്ദേഹം ആദ്യം ഇത് നടപ്പിലാക്കുന്നു, കുറച്ച് സ്ത്രീകൾക്ക് വണ്ടി കൊടുക്കുന്നു. കൃത്യമായി 50,000 രൂപ അവരെ വാങ്ങിയതിനു ശേഷം വിലമതിപ്പുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഈ കുറച്ച് പേർക്ക് കൊടുത്ത് ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് തട്ടിപ്പല്ല. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന CSR എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പല പ്രമുഖ കമ്പനികൾക്കും നിർബന്ധിതമായിട്ടുള്ള ഒരു സംഭവമാണ് CSR എന്ന് പറയുന്നത്. അപ്പൊ ഈ CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇയാൾ ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. കൃത്യമായി അവിടുത്തെ കൗൺസിലർമാർ വഴി, അതല്ലെങ്കിൽ അവരുടെ സംഘടനകൾ വഴിയൊക്കെയാണ് ഇദ്ദേഹം ഇത് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, കൗൺസിലർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ്. അവര് ഗവൺമെന്റിൽ നിന്ന് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. പുതിയ ആൾക്കാരെ തപ്പുമ്പോൾ തന്നെ പുതിയൊരു ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്. കുറച്ച് ഫെയിം ആയിട്ടുള്ളവരുടെ പേര് പറയുമ്പോൾ തന്നെ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരെ ബാക്കി അവർ അന്വേഷിക്കത്തില്ല. അതൊന്ന്. പിന്നെ അതിനേക്കാൾ ഉപരിയാണ് ഈ ഗ്രാമങ്ങളെ സംബന്ധിച്ച ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാർ എന്നൊക്കെ പറയുമ്പോൾ ആ നാട്ടിൻപുറത്തുള്ള ചേച്ചിമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വീട്ടമ്മമാരെ സംബന്ധിച്ച് അവരുടെ വാക്ക് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവര് വഴി ഇത് ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഡയറക്ട്ലി അല്ല എല്ലായിടത്തും പോയി ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി അതിന് ഒരു സംഘടനകൾ വഴി അല്ലെങ്കിൽ അതിനൊരു സംഘടന ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അദ്ദേഹം അത് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പകുതി വില എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടാത്ത ഒരു ബിസിനസ് ഒരാളും ചെയ്യില്ല എന്നൊരു സത്യാവസ്ഥ ഉണ്ട്.
ഉണ്ട്. അല്ല, അവിടെയാണ് CSR എന്ന് പറയുന്ന പദ്ധതി എടുത്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം. ഈ CSR എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇന്നത്തെ കാലത്ത് പല കമ്പനികളും CSR ഓറിയന്റഡ് ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കല്യാണം പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ കുറച്ച് വലിയ കമ്പനികളാണ്, എല്ലാവർക്കും ഒരു CSR പ്ലാൻ ഉണ്ടായിരിക്കും. കൃത്യമായി അത് നിർബന്ധിതമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ഒരു വഴി എത്തുമ്പോൾ അതിലൊരു പ്രോഫിറ്റ് ഓറിയന്റേഷൻ ഇല്ല. അത് അവരുടെ ബ്രാൻഡിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള CSR ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടികൾ കൊടുക്കുന്നത് എന്ന് ഈ അനന്തകൃഷ്ണൻ ഇവരെ പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇവരെന്താണ് അതിനെ കുറിച്ച് ഇത് ഞാൻ പറയട്ടെ, ഇതൊരു സർക്കാർ സാധനം. നമ്മൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ വരികയാണെങ്കിൽ നമ്മൾ രണ്ടാമത് ചിന്തിക്കും? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് നമ്മൾ അന്ധമായി വിശ്വസിക്കും. അതേ രീതിയിൽ അന്ധമായ ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. വിശ്വാസ്യത മുതലെടുത്തിട്ടാണ് ഇത്തരം തട്ടിപ്പുകളും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ അനന്തകൃഷ്ണനും ചെയ്തത്. പക്ഷെ ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അതിൽ ബോധവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഡിബേറ്റുകൾ, അതല്ലെങ്കിൽ ഒരുപാട് വാർണിംഗ്, അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ആരും ബോധവൽക്കരിക്കപ്പെടുന്നില്ല. എല്ലാവരും വീണ്ടും സൈബർ സ്പാമുകൾ വർദ്ധിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോ ഫോൺ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് പറയുന്നുണ്ട്, ഇന്ന നമ്പറുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കരുത്, അല്ലെങ്കിൽ OTP പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പണ്ടേ വന്നിട്ടുള്ളൂ. ഒരു കാലത്ത് OTP ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞു OTP യുഗം കഴിഞ്ഞപ്പോ പിന്നെ ഫോൺ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന രീതിയിലായി. അതെ, ഒരു ലിങ്ക് ഒക്കെ മതി നമ്മുടെ ഫോണും നമ്മുടെ പ്രൈവസി എല്ലാം പോകാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്നും ഇതൊന്നും എത്തിപ്പെടാത്തതിന്റെ വേറൊരു കാര്യം, കൃത്യമായി ഈ ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരു പറ്റം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഞാൻ ഈ സൈബർ സ്പാമുകളെ കുറിച്ച് പറയുകയാണെങ്കിലാണ്, ഈ സ്കാമുകളിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ്. കാരണം നമ്മള് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു തരത്തിലുള്ള നമ്മുടെ ഒരു അച്ഛന്റെയും ഒക്കെ പ്രായത്തിലുള്ളവരൊക്കെ ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. അച്ഛന്മാരെക്കാൾ വലിയ ആളുകളും കുറച്ചുകൂടി പ്രായം കൂടിയവരൊക്കെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് തന്നെ ബേസിക് സംഭവങ്ങളാണ് അറിയുന്നത്. ഈ അമർത്തി ഫോൺ വിളിക്കാം, സംസാരിക്കാം. പക്ഷെ അതിലുള്ള ബാക്കി സൈഡുകൾ അവർക്ക് അറിയില്ല. ഇപ്പൊ നമുക്കൊരു ലിങ്ക് വരുമ്പോൾ നമ്മൾ 100 വട്ടം ചിന്തിക്കും അത് തുറക്കണോ വേണ്ടിയോ. പക്ഷെ അത് ചിന്തിക്കാനുള്ള ഇതില്ല. ചിലപ്പോൾ പണ്ട് നമ്മൾ കാണാറുണ്ടായിരുന്നല്ലോ, ഈ മെസ്സേജ് 45 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ ബുധനാഴ്ചത്തേക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ഭാഗ്യം എത്തും. ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂ ഇയർ ആവുമ്പോ അല്ലെങ്കിൽ ക്രിസ്മസ് ആവുമ്പോ ഇതൊരു 20 പേർക്ക് ഷെയർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. ആ ഒരു രീതിയിൽ അത് ഇന്നും ഒരുപാട് പേര് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്പാമുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്കാമുകൾ ഉണ്ടാകുന്നു? അത് ആളുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഗൂഗിൾ പേയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ലഡു ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലഡു ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ജെന്യൂൻ ആയിരുന്നു. ലഡു ഷെയർ ചെയ്തിട്ട് എനിക്ക് 150 രൂപ കിട്ടിയായിരുന്നു. ഗൂഗിൾ പേയുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. കാരണം ഗൂഗിൾ പേ അതാണ് അവിടെ ഇത്തരത്തിലുള്ള ചില ജെന്യൂൻ കേസുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള കള്ളത്തരങ്ങൾ ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. ഇത് ഇത്ര ഫെയിം ആയ സ്ഥിതിക്ക് നമ്മൾ ഇത്ര ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നാലെ വരാനോ ഒത്തിരി ആൾക്കാരുണ്ടെന്ന്. നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മറ്റൊരു സ്കാമാണ് ലുലുവിന്റെ ഒക്കെ. എനിക്ക് തോന്നുന്നു ലുലുവിന്റെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ലിങ്ക് അമർത്തി കഴിഞ്ഞാൽ ലുലുവിന്റെ 25ാം വാർഷികമാണ്, നിങ്ങൾക്ക് ഫോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ലിങ്കുകൾ. ഇത് 3 ഗ്രൂപ്പിലേക്ക് അയക്കണം. എനിക്കിപ്പോഴും അയക്കുന്നത് എന്റെ കൂട്ടുകാരെ സംഭവിക്കുന്നത് നമ്മുടെ ഫോണിലെ ഡേറ്റാസ് എല്ലാം ഇവർ എടുക്കാന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ ഈ സാക്ഷരതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പൊ ഈ അനന്തകൃഷ്ണന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം ഇപ്പൊ ജയിലിൽ കടന്നുകൊണ്ട് അയച്ച ഒരു ഓഡിയോ സന്ദേശം ചർച്ചയാകുന്നുണ്ട്. കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ആരും കേസ് കൊടുക്കരുത്, ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി വാങ്ങിത്തരാം, ആ ഫണ്ട് ഞാനൊന്ന് റോൾ ചെയ്തത് കൊണ്ട് ഞാൻ പെട്ടുപോയതാണ്, ഇനി കേസ് കൊടുത്തതിനാൽ എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. പാവം എന്താ പറയാ, സങ്കടപ്പെടുകയാണ് അവിടെ കടന്നിട്ട്. പക്ഷെ ആരാണ് ഇനി ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പോകുന്നത്? ഞാൻ തട്ടിപ്പ് ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. എന്താണെന്നറിയോ, ഇനി ഇത് വിശ്വസിക്കുന്ന കുറച്ചുപേരെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് അതിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റൊരു പേരിൽ പുള്ളി, അല്ലെങ്കിൽ പുള്ളിയുടെ മറ്റൊരു ബിനാമിയുടെ പേരിൽ പുള്ളി തന്നെ തുടങ്ങുമായിരിക്കാം. പക്ഷെ നമ്മൾ അതിന്റെ റൂട്ട് അന്വേഷിച്ച് പോകുന്നില്ല. നമ്മുടെ മുന്നിലേക്ക് പുതിയൊരു ഓഫർ വരികയാണ്, 50% കിഴിവിൽ ഒരു സാധനം തരികയാണെന്ന്. ഈ ഒരു നിത്യജീവിതത്തിൽ വളരെയധികം ചെലവുകളുള്ള സാധാരണക്കാരിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിരിക്കും കൂടുതൽ വീഴുന്നത്. അപ്പോൾ 50% കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളത് തെരഞ്ഞെടുക്കും. 50% കിഴിവല്ലേ, അപ്പൊ പിന്നെ 1 ലക്ഷത്തിന് ഒരു 50,000 കൊടുത്താൽ പോരെ എന്നുള്ള ചിന്തയിൽ നമ്മൾ അങ്ങോട്ട് പോകും. അത് ആളുകളുടെ ഡിമാൻഡ് നോക്കി അവർ അതിനെ ചെയ്യുന്നത് കൊണ്ടാണ്. എന്തായാലും പക്ഷെ ഇത്തരം സ്കാമുകളിൽ കുറച്ചും കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മലയാളികൾ. തെരഞ്ഞെടുത്തതെന്ന് ആലോചിക്കണം. ആദ്യം തയ്യൽ മെഷീൻ,
സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട്. അത് പക്ഷെ ആക്ച്വലി എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഇത്തരം സ്കീമുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഇത്തരത്തിൽ ഈ തയ്യൽ മെഷീനുകളാണെങ്കിലും വണ്ടികളാണെങ്കിലും വീട്ടമ്മമാർക്ക് വരുന്ന ഒരുപാട് സ്കീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കുടുംബശ്രീ മുഖേന വരുന്ന സ്കീമുകളുണ്ട്. ലാപ്ടോപ്പുകൾ, അത് വിദ്യാർത്ഥികൾ അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വിശ്വസിക്കപ്പെടും എന്നുള്ളതാണ്. സർക്കാർ തന്നെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ലാപ്ടോപ്പുകളും സൈക്കിളുകളും ഒക്കെ സൗജന്യമായിട്ടും പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ഇനിയും കുറച്ചും കൂടിയും ശ്രദ്ധ പുലർത്തുക, ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടാതിരിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ ചിന്തിക്കുക. നമ്മൾ ചാടുന്നതിന് ഉൾപ്പെടെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും, റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കും, സഹായമാണ് എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കും. അവരെന്താ, അപ്പൊ അവര് ചേർന്നിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു വിശ്വാസത്തെയാണ്. അവര് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ നമുക്ക് കൂടെ ചേരാം. അവര് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ ആ ഒരു രീതിയൊന്നും നോക്കത്തില്ല, പ്രമുഖരൊക്കെ ചേർന്നിട്ടുണ്ടോന്നൊന്നും. നമുക്ക് പരിചയമുള്ള ഒരാൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വാസതയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വീണുപോകും.